ജൂൺ മാസം പിറക്കുന്നതോടെ സ്കൂൾ തുറക്കുന്നു. അപ്പോൾ കുട്ടികളുടെ കൺസെഷനെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ കാര്യം? അത് ഞങ്ങൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോടും ഞങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ കയറുന്ന യാത്രക്കാർ മഹാഭൂരിപക്ഷം ഇപ്പോൾ വിദ്യാർത്ഥികളാണ്. 62% യാത്രക്കാരും വിദ്യാർത്ഥികളായ സാഹചര്യത്തിൽ ഈ ബസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അടുത്ത അധ്യയന വർഷം ആരംഭം മുതൽ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് ബസ്സുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് കിട്ടിയെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ജൂൺ 1 മുതൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം ആരംഭം മുതൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കാത്ത സാഹചര്യം വന്നാൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല. ആ വിഷയം ഞങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാൽ എത്ര ദിവസം വരെ ബസ് ഓടും ഇതില്ലാതെ? അല്ല, അതിൻ്റെ ചർച്ചകൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, ഒരു ഡേറ്റ് തീരുമാനം ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് മറ്റെല്ലാ സംഘടനകളോട് ചർച്ച ചെയ്തിട്ട് ആവശ്യമായിട്ട് തീരുമാനം എടുക്കും. അതിൻ്റെ ഒരു സമരം നടത്തേണ്ട ഒരു ഡേറ്റോ അല്ലെങ്കിൽ സമരം നടത്താനോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് അത് ഉൾക്കൊള്ളുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാതെ ഇപ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനമില്ല, ഞങ്ങൾ എടുത്തുചാടി ഞങ്ങൾ സമരം ചെയ്യണമെന്നുള്ള തീരുമാനമൊന്നും പറയാൻ ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളവരും ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. ചാർജ് അടുത്ത അധ്യയന വർഷത്തിൽ മുതൽ ചാർജ് വർദ്ധിപ്പിച്ചെങ്കിൽ ബസ്സുകൾ നിന്നു പോകും. ആ വിഷയം ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര മാസത്തേക്കെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ അതായത് അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ചാർജ് വർധന ഇല്ലെങ്കിൽ എത്ര കാലം ഓടും? അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിലൊരു തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അധ്യയന വർഷം കഴിയേണ്ട കാര്യം ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അടുത്ത അധ്യയന വർഷം ഇനിയിപ്പോൾ 1.5 മാസം കൂടി, ഒരു മാസമുള്ളൂ. ഈ ഒരു മാസത്തിനിടയ്ക്ക് സർക്കാരിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ വിവരം ഞങ്ങൾ ധരിപ്പിച്ചിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഒരു അൾട്ടിമേറ്റം ഒന്നും കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ പ്രയാസങ്ങൾ ഗവൺമെൻറ്റിനെ ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പരിപൂർണമായും ഗവൺമെൻറ് നിയന്ത്രണത്തിൽ ഓടുന്ന സർവീസുകളാണ്. ഇത് ഓടാൻ കഴിയാതെ വരും എന്നുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാവുമെന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്ന ശ്രമത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ സമരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുള്ളൂ.